ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരുപാട് പ്ലാൻ ചെയ്ത് ഞാനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു 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 സർപ്രൈസ്. അപ്പോൾ നമ്മളുടെ ആനിവേഴ്സറിക്ക് നമ്മുടെ ആനിവേഴ്സറി ആണ് നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ. അതായത് ഇന്ന് ഇപ്പോൾ 14th ഓഗസ്റ്റ് ആണ്. 20th ഓഗസ്റ്റ് ആണ് നമ്മളുടെ ആനിവേഴ്സറി. ഇത് നമ്മളുടെ 7th ആനിവേഴ്സറി ആണ്. യെസ്, ഇറ്റ് ഈസ് 7th ആനിവേഴ്സറി. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്താ പ്ലാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, എനിക്ക് ട്രാവൽ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെല്ലാ പ്രാവശ്യവും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നും നടക്കാറില്ല, ജസ്റ്റ് പ്ലാനിങ് മാത്രമേ ഉള്ളൂ, എക്സിക്യൂഷൻ ഉണ്ടാവാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സർപ്രൈസായിട്ട് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാണ് ടു സലാല. അപ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റോറി പറയാനാണെങ്കിൽ, ഞാനിങ്ങനെ ഒരു ദിവസം വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഇൻസ്റ്റഗ്രാമൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു വിസ് എയറിൻ്റെ. നമ്മളിപ്പോൾ യു എയിലാണ്. അപ്പോൾ വിസ് എയറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, 79 ദൂരത്തിന് നിങ്ങൾക്ക് സലാലയിൽ പോകാം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് വിസ് എയറിൽ ഭയങ്കര ചീപ്പാണ് എന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഓഫറൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്രയും ഈ ചീപ്പ് പ്രൈസിൽ പോകാൻ പറ്റുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തു. ഞാൻ വിചാരിക്കുന്ന വല്ല ടാബി ഓപ്ഷൻസോ അല്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ കുറേ അഡീഷണൽ ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുമല്ലോ. അപ്പം അങ്ങനെയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു 79 ദൂരത്തിന് കിട്ടുകയാണെങ്കിൽ വൺ ഇതല്ലേ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കി. അപ്പോൾ കറക്റ്റ് ഞാനിങ്ങനെ നോക്കി അവിടെ സീറ്റൊക്കെ നോക്കി വെച്ച് സൈറ്റിൻ്റെ ലാസ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ വരെ എത്തിയപ്പോഴും 79 ഉള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ അല്ലാ, ഇത്ര 79 ദിർഹംസേ ഉള്ളൂ, ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് 2 months ബിഫോറാണ്. അപ്പം ഞാനിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാനത് ബുക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അപ്പോൾ എൻ്റെ കയ്യിൽ സാലറി ഒന്നും ഇല്ല, എൻ്റെ കയ്യിൽ ഇൻകം ഉണ്ടായിരുന്നില്ല, അക്കൗണ്ടിൽ നയാ പൈസ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ആ സമയത്ത് ഉണ്ടല്ലോ, ഞാൻ നോക്കുന്ന സമയം ചിലപ്പോൾ എനിക്ക് സാലറി ക്രെഡിറ്റ് ആവുന്നത് 15th 15th ഓഫ് എവറി മന്താണ് എനിക്ക് സാലറി ക്രെഡിറ്റ് ആവുക. അപ്പോൾ അന്ന് ആ മാസം സാലറി ആ 15th ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ല. അപ്പോൾ അറൗണ്ട് 20th ആ ടൈമിലൊക്കെയാണ് ഞാൻ ഈ ആഡ് കാണുന്നതും ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കാശില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിനാനോട് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പാപ്പരാണ്. നമുക്ക് ഇനി വേറെ ഇതിന് വേണ്ടി ഒരു എക്സ്ട്രാ പൈസ മാറ്റി വയ്ക്കാൻ നമ്മളുടെ കയ്യിലില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ട്രാവൽ ചെയ്യണമെന്ന്. 79 അല്ലേ ഉള്ളൂ. പക്ഷേ വിനാനോട് പറയാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ബാക്ക് അടിച്ച്. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മറക്കാനായിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്തുണ്ട് സാലറി ക്രെഡിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്ന്. ഓ മൈ ഗോഡ്, ഞാൻ ആ സമയത്ത് അങ്ങ് പീക്കിലായിരുന്നു, സന്തോഷത്തിൻ്റെ പീക്കിലായിരുന്നു. കാരണം ദൈവം എനിക്കായിട്ട് നീ പൊക്കോ എന്ന് പറയുന്ന പോലെ എനിക്ക് അയച്ച മെസ്സേജ് പോലെയാണ് എനിക്ക് കണ്ടത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നമ്മൾ പറയില്ലേ, യൂണിവേഴ്സ് ഓൾസോ ഇഫ് യു സംതിങ് ആസ്പയർ ദ യൂണിവേഴ്സ് ഓൾസോ കൺസ്പയർ ടു ഇറ്റ്, അങ്ങനെ എന്തോ ഒരു ഇതില്ലേ, അങ്ങനെ. അപ്പം എനിക്ക് സന്തോഷമായി. ഞാൻ വേഗം പോയിട്ട് ബുക്ക് ചെയ്ത് അങ്ങോട്ട് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ അങ്ങോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് തിരിച്ചു വരണല്ലോ. തിരിച്ചുള്ള ടിക്കറ്റ് കൂടെ നോക്കിയപ്പോൾ ഉണ്ട് 250, 260 അങ്ങനെയൊക്കെ കാണിക്കുന്നത്. എൻ്റെ അള്ളാ, ഞാൻ എത്ര സന്തോഷിച്ചതാ ഇനി ഇതിന് പോകാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ സാരമില്ല, നമുക്ക് ഇപ്പം എനിക്കറിയില്ല നോർമലി എത്ര റേറ്റാണ് അങ്ങോട്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ 250 ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിചാരിച്ചാൽ ഏകദേശം 500 ദിർഹംസ് നമുക്ക് ചാർജായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ ഹാഫ് ഇല്ലേ, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി അല്ലേ കൂടുതലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് ബുക്ക് ചെയ്തു. റിട്ടേണും ബുക്ക് ചെയ്തു. റിട്ടേണും എന്ത് പറയുക, ഭയങ്കര റേറ്റ് കുറവുള്ള, ഉള്ളതിൽ ഏറ്റവും റേറ്റ് കുറവുള്ള ഒരു ടൈമിൽ ഞാൻ ബുക്ക് ചെയ്തു. ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്ത് വന്നപ്പോൾ എന്തായി, 4 ഡേയ്സിൻ്റെ പ്ലാനായി. അതായത് നമ്മൾ ട്യൂസ്ഡേ പോകുന്നു, ഫ്രൈഡേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെ ട്യൂസ്ഡേ ഏർലി മോർണിംഗ് പോകും.
അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 20th നമ്മളുടെ ആനിവേഴ്സറിയുടെ ദിവസമാണ്. അപ്പോൾ ഞാനിത് മാക്സിമം വിനോദത്തിൽ നിന്ന് സീക്രട്ട് ആക്കി വെക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ മേക്ക് മൈ ട്രിപ്പിലൂടെ ഞാൻ തോന്നുന്നു ബുക്ക് ചെയ്തത്. അല്ല, അതല്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ബുക്ക് ചെയ്തു, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മാക്സിമം വിനോദത്തിൽ നിന്ന് സീക്രട്ടായിട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ബുക്ക് ചെയ്യുന്നത് 2 months ബിഫോറാണ്. അതായത് ജൂണിലാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. ജൂണിൽ സാലറി ക്രെഡിറ്റ് ആയപ്പോഴാണ് ഇത് ബുക്ക് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ എൻ്റെ ഒരു കസിൻ ഉണ്ട് സലാലയിൽ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് അവിടെ നിനക്ക് ഫാമിലി ഉണ്ടോ, ഫാമിലി കൊണ്ടുവന്നോ? കാരണം അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 1 year ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, നീ ഫാമിലിയെ കൊണ്ടുവന്നായിരുന്നു? അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലിനെ കൊണ്ടുവരണം എന്നൊക്കെ. കൊണ്ടുവന്നായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 2-3 days നമുക്ക് അവരുടെ വീട്ടിൽ നിൽക്കാമല്ലോ എന്നുള്ള രീതിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ലല്ലോ, അപ്പരാണല്ലോ. നമുക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ച് ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാം എന്നുള്ളതും എനിക്കുണ്ടായിരുന്നു. എവിടെ വരെ പോവും, നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ കാശില്ലാണ്ട് നമുക്ക് കുറച്ച് കാശ് തരുമോ എന്ന് ചോദിച്ച് ട്രിപ്പിനെ കുറിച്ച് പറയാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം നമ്മൾ നോക്കുക മാക്സിമം മാറ്റി വെച്ച് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവന്മാർ ഫാമിലിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, നിൻ്റെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് നിൽക്കുന്നവർ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 3-4 ദിവസത്തിന് വേണ്ടി റൂം, അപ്പോഴും എനിക്ക് കാശ് ലാഭിക്കാമല്ലോ. അപ്പോൾ ഇതെൻ്റെ ശരിക്കും അതിമോഹമാണ് മോനെ ദിനേശ എന്നൊക്കെ ലാലേട്ടൻ പറയുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, അതൊക്കെ എനിക്കറിയാം. എന്നാലും നമ്മൾ ആ സമയത്ത് മാക്സിമം ലാഭിക്കാനല്ലേ നോക്കുള്ളൂ, കാശില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ എൻ്റെ വേറെ ഫ്രണ്ട്സ്, അതായത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ച് അവരൊക്കെ എവിടെ സ്റ്റേ ചെയ്തതെന്ന് ചോദിച്ച്, അവരൊക്കെ ഞാൻ ഇവിടെയൊക്കെ പോവാറുള്ളത് എന്ന് പറയുന്നത് UAE ഞങ്ങൾ പോയിട്ട് ഹോട്ടൽ സ്റ്റേ ഒക്കെ നടത്തിയപ്പോൾ ജസ്റ്റ് 150 താഴെ പെർ ഡേ വരുന്ന അങ്ങനത്തെ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ പോയി നിന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത്തിരി കൂടി കൂടുതലാണ്. അപ്പോൾ എനിക്കതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കണം ഞാനും ആ ഒരു റേറ്റ് കടന്ന് ചിന്തിക്കണില്ല. എനിക്ക് മാക്സിമം 150 അത്രേ ഉള്ളിൽ എനിക്ക് കിട്ടണം. പക്ഷേ എല്ലായിടത്തും നോക്കി ഞാൻ എന്നിട്ട് Airbnb-യിൽ ചെക്ക് ചെയ്ത് അപ്പോൾ ഒരെണ്ണം കണ്ടു. എന്നിട്ട് ഞാൻ ആൾക്ക് റിപ്ലൈ ഇല്ല. അപ്പോൾ ഞാൻ വേണ്ട, പേയ്മെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് പേയ്മെൻറ്റും പോകുന്നില്ല. അപ്പോൾ എന്തോ ചിലപ്പോൾ ആൾ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ അത് അപ്ഡേഷൻ ഇല്ലാതെ, അതൊന്നും എനിക്കറിയില്ല. അതൊന്നും പേയ്മെൻറ്റ് പോകുന്നില്ല. അപ്പം ഞാൻ അത് എനിക്ക് ദൈവം തന്ന ഒരു ഇതാണോന്നും അറിയില്ല, അതായത് അനുഗ്രഹമാണോന്നും അറിയില്ല. കാരണം ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആ കാശ് നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഭാഗ്യത്തിന് പേയ്മെൻറ്റും ആയില്ല, അയാൾ ചാറ്റിന് റിപ്ലൈയും തന്നില്ല. അപ്പോൾ അത് പോയി. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബുക്കിംഗ് സൈറ്റ്സിലൊക്കെ നോക്കുമ്പോൾ സ്റ്റേ ഒക്കെ നോക്കുമ്പോൾ കുറേ പൈസ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൈസ കുറഞ്ഞ് നോക്കുമ്പോൾ ഓപ്ഷൻസും കുറവാണ്. ക്വാളിറ്റി ഉള്ള, നല്ല ഒരു നമുക്ക് പറ്റുന്ന ഒരു ഹോട്ടൽ നോക്കുമ്പോഴും അത്രയും നല്ലൊരു ഹോട്ടലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ബുക്ക് ചെയ്യാനും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം ഇവിടെ തന്നെ ഓൾറെഡി 300 and something ദിർഹംസ് വിനോദനെ അറിയാതെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഹോട്ടൽ ബുക്കിങ്ങിന് ഇപ്പോൾ 150 വെച്ചിട്ടാണെങ്കിലും ഇന്ന് 4 days കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും അറൗണ്ട് 600 അത്രയൊക്കെ വരുമല്ലോ. അത്രയും എടുക്കാനില്ല, എടുത്തു കഴിഞ്ഞ് വിനോദനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ബുക്ക് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ കുത്തിയിരുന്ന് പൈസ ഇല്ല. പക്ഷെ എന്തുകൊണ്ടും ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ എവിടെയെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് കണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിലുള്ള ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു ഹോട്ടലാണ് അവർ കാണിക്കുന്നത്.
എനിക്കറിയില്ല, ഇനി പോയി നോക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പം അവിടേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ട് അങ്ങനെ ആരുടെ നിന്ന് ഇങ്ങനെ കടം വാങ്ങിക്കാന്നൊക്കെ എനിക്കറിയില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. ഞാനിങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത സാലറി ക്രെഡിറ്റ് ആയിരുന്നു എന്നിട്ട് ആ മെസ്സേജ് വരുന്നത്. അത് എത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, എത്ര ആക്സിഡൻ്റലായിട്ടാണ് ഇത് സംഭവിക്കണേ എന്ന് എനിക്കറിയില്ല. ദൈവം എൻ്റെ അടുത്ത് നീ പൊക്കൂ എന്ന് പറയുന്ന പോലെ ഉണ്ട്. കാരണം പലതും ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്, ഒന്നും നടക്കാറില്ല. അപ്പോൾ ദൈവത്തിനും ഒരു കനിവ് തോന്നിയിരിക്കണം എന്നോട്. പിന്നെ എൻ്റെ ലാസ്റ്റ് ഇയറൊക്കെ ഭയങ്കര എൻ്റെ ലൈഫിൽ തന്നെ ലോ സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു. ചിലപ്പോൾ അതിൽ നിന്ന് ദൈവം ഒന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ദർ ബ്ലെസ്സിങ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ ഒന്നും നോക്കിയില്ല, അത് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ അത് സെക്കൻഡ് മന്ത്, അതായത് ജൂലൈയിൽ സാലറി ക്രെഡിറ്റ് ആയപ്പോഴാണ് ഞാൻ ഹോട്ടൽ സ്റ്റേ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഓഗസ്റ്റ് ആവുന്ന വരെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ആരുടെ അടുത്തും പറഞ്ഞില്ല. എൻ്റെ അനിയൻ്റെ അടുത്ത് മാത്രമേ, എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിയൻ്റെ അടുത്ത് മാത്രമേ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ അമ്മയുടെ അടുത്തും അമ്മമാരുടെ അടുത്തും ഒന്നും ഞാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ പല പ്ലാൻസും നടക്കാറില്ല ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവുമ്പോൾ. അപ്പം ഞാൻ ആരടുത്തും പറഞ്ഞില്ല, നടക്കട്ടെ എന്ന് ദൈവം ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ലീവിന് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ വർക്ക് പ്ലേസിൽ ലീവിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ നേഴ്സുമാരുടെ അടുത്ത് 1-2 പേരുടെ അടുത്ത് പറഞ്ഞു എന്നല്ലാതെ, പിന്നെ ഇവിടുത്തെ മാനേജറിൻ്റെ അടുത്തും പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ ആർക്കും അറിയില്ല പിന്നെ ഞാൻ പോകുന്നതൊന്നും. അപ്പോൾ അങ്ങനെ ലീവൊക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. ഇനി നോക്കേണ്ടത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, വിനുവേട്ടൻ്റെ ഓഫീസിൽ പറയണ്ടേ. കാരണം വിനുവേട്ടൻ അറിയില്ല, അതുകൊണ്ട് തന്നെ വിനുവേട്ടന് അപ്ലൈ ചെയ്യാനും പറ്റില്ലല്ലോ, ലീവ് അപ്ലൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ വിനുവേട്ടൻ്റെ ഓഫീസിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് പറയണ്ടേ. അപ്പം ഞാനിങ്ങനെ വിനുവേട്ടൻ്റെ ഫോണിൽ നിന്ന് അവരുടെ ഒരു ഇത്തുണ്ട്, ഒരു മാഡം ഉണ്ട്, ഒരു ഫാമിലി പോലെയാണ് ഇവരുടെ കമ്പനി. എനിക്കും ആ ഇത്തയോട് ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇത്തയുടെ നമ്പർ വാങ്ങിച്ച്, ഇത്ത നാട്ടിലാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ആ നമ്പർ ഫോണിൽ നിന്ന് എടുത്ത് എൻ്റെ കയ്യിൽ സെൻഡ് ചെയ്ത് വേഗം ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഇപ്പുറത്തുനിന്ന് ഞാൻ എൻ്റെ വേറെ നമ്പറിലേക്ക് അയച്ചു. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് പോവില്ലേ. അപ്പോൾ ഞാനങ്ങനെ നമ്പറിലേക്ക് അയച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇത്തയ്ക്ക് മെസ്സേജ് ഞാനിങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇത്ത എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, വിനുവേട്ടന് അറിയില്ല, ഒന്ന് ലീവ് ഒന്ന് സാങ്ഷനാക്കി തരാൻ, ഇനി എന്തൊക്കെ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞു അവിടുത്തെ HR നമ്പർ തന്ന്, എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നീ ഒന്ന് വിളിച്ച് പറ. പിന്നെ ആണെങ്കിൽ ഞാൻ വിനുവേട്ടൻ്റെ ലീവിനെക്കാട്ടിയും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പാസ്പോർട്ട് വിനുവേട്ടൻ്റെ റിന്യൂ. എൻ്റെ ദൈവമേ, എൻ്റെ വലിയ മണ്ടത്തരം നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഞാനിതൊന്നും എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിസ റിന്യൂ ചെയ്യാറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ബോധേഡായിരുന്നില്ല, ഞാനത് ഓർക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുണ്ട് വിനുവേട്ടൻ പറയണേ വിസ കഴിയാറായി, ഇനി വിസ റിന്യൂ ചെയ്യണം, അതിന് എത്ര ദിവസം എടുക്കുമെന്നറിയില്ല, 1 month ഒക്കെ എടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞ്. എൻ്റെ അല്ലാ, ഞാൻ പേടിച്ചു പോയി. ഇനി ട്രാവൽ ചെയ്ത സമയത്ത് വിസ ഇല്ലാണ്ട് പോകാനും പറ്റില്ല, ഇതെല്ലാം ബ്ലോക്കാവോ ദൈവമേ. ഞാൻ ദൈവത്തിൻ്റെ അതൊരു സിഗ്നലായി തോന്നിയത്, ഇത് ശരിക്കും സിഗ്നലായിരുന്നില്ല, ഞാൻ വെറുതെ കനവ് കണ്ടതാണോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ഓഫീസിലത്തെ ഇത്ത ഇനിഷ്യേറ്റ് ചെയ്തിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ, ഇത്ത ഓൾറെഡി മുന്നേ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ അവ അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് വിനുവായിട്ട് എൻ്റെ കയ്യിലായിരുന്നു വിനുവാൻ്റെ പാസ്പോർട്ട്, ഞാനാണ് ഫയലിലൊക്കെ ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ വിനുവാൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇനി എന്നാണ് അവ കിട്ടുക, വിസ അടിച്ച് കിട്ടണം, പാസ്പോർട്ട് കിട്ടണം തിരിച്ച്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. എന്തൊക്കെയോ ഭാഗ്യത്തിന് ഹോട്ടൽ സ്റ്റേ ബുക്ക് ചെയ്തതിന് ശേഷം ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഇതെല്ലാം ശരിയായി. പക്ഷെ പാസ്പോർട്ട് തന്നില്ല. ഞാനപ്പോൾ വിനുവിൻ്റെ അടുത്ത് ഇൻഡയറക്റ്റായിട്ട്, വിനുവേട്ടാ പാസ്പോർട്ട് എന്ത് നമുക്ക് തരാത്തത്,
എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് പറയും അതിന് ഓൾറെഡി കുറേ ആൾക്കാർ പാസ്പോർട്ടൊക്കെ കമ്പനിയിൽ തന്നെ വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അത് നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അത് നമ്മൾ എടുത്തു വെച്ചത്. പിന്നെ ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ അങ്ങനെയൊക്കെ വിനാടൻ പറഞ്ഞു. അപ്പം ഞാൻ ആകെ ടെൻഷനായി. പിന്നെ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ആ സാറിൽ ചോദിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ പക്ഷെ കൂടുതലായിട്ട് നമുക്കത് സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഇൻട്യൂഷൻ സംഭവിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാൻ അപ്പോഴാണ് വേഗം മിത്തേരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ അയച്ച്. അപ്പോൾ ഞാൻ HR-നെ വിളിച്ച് HR-ൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ, അപ്പോൾ ഒന്ന് പാസ്പോർട്ട് കൊടുക്കണേ, പിന്നെ ലീവിൻ്റെ കാര്യം ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ എൻ്റെ അടുത്ത്, ഞാനത് എന്താ വെച്ചാൽ ചെയ്യാനുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 14 ആയിട്ടും ഞാനിപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിലാണ് ഞാനിതൊക്കെ അവരോട് പറയുന്നത് പാസ്പോർട്ടിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ വീക്കെൻഡ് കിട്ടുമായിരിക്കും. ഞാൻ കൊടുത്തയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വിനാൻ്റെ കാര്യം ഏകദേശം ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇനി നമ്മളെ കൊണ്ടാക്കാനുള്ള ആൾ കണ്ടുപിടിക്കണ്ടേ. ഇതാണെങ്കിൽ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്, 6 o'clock അങ്ങോട്ട് നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്രയോ മണിക്കൂർ മുന്നേ അവിടെ എത്തണമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 2 hours മുന്നെങ്കിലും എത്തണമെങ്കിൽ, ഏകദേശം 4 o'clock നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3:15 3:30 ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ, എൻ്റെ ഫ്രണ്ട്സിനൊന്നും കാറില്ല. കാറുണ്ടെങ്കിൽ തന്നെ എന്നെ ആരും മിക്കാനൊന്നും വരുന്നില്ല. അത്ര വലിയ ഫ്രണ്ട്സൊന്നും എനിക്കില്ല. പിന്നെ കാറും ഇല്ല കേട്ടോ ആർക്കും. പിന്നെ ഉള്ളവരുത്തനൊക്കെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുക. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ആരുടെ അടുത്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത്, വിനാൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, വിനുവായിട്ടും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് മെമ്പേഴ്സ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ മെമ്പേഴ്സല്ല, ഫ്രണ്ട്സിനെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരെ അവരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിനാനോട് ചോദിച്ചു, ഇയാളിങ്ങനെ ഫാമിലി ഉണ്ടോ, ആളുടെ ഫാമിലി ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിനാട് പറയാം, ഇല്ല അവർ വന്നും പോയി നിൽക്കണം, ഇപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെ ചൂഴ്ത്തി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ആളുടെ നമ്പർ വാങ്ങിക്കലല്ല, ഫോണിൽ നിന്ന് ഇങ്ങനെ എടുത്ത് സെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് ഡിലീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇന്ന് ഇൻഷാല്ല മെസ്സേജ് അയക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കണം. കാരണം ആളുടെ വർക്കിംഗ് ഡേ ആയിരിക്കും, ആളുടെ ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ വരാൻ പറ്റുമെന്ന് അറിയില്ല. ഇൻഷാല്ല എല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന, ഏതെങ്കിലുമൊക്കെ ഒരാളെ കിട്ടുമെന്ന് വിചാരിക്കുന്നത്. ഇവരൊക്കെ ചെയ്യും കേട്ടോ, അവർ ഉറക്കം നഷ്ടപ്പെട്ടാലും ചെയ്യും. കാരണം വിനുവായിട്ടും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഫ്രണ്ട്സ്, ഇവർ അത്രയും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എല്ലാം സെറ്റിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇതെന്നാണ് വിനാൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കണതെന്ന് ഞാൻ ഇങ്ങനെ ടെൻഷനാവാം. എനിക്ക് അതിൻ്റെ കാര്യത്തിലൊരു ഡൗട്ടുണ്ട്, എന്നാൽ ഞാൻ പറയണ്ടേ. കാരണം നമുക്ക് ഈ 79 ദിറഹത്തിനായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന 250 ദിറഹത്തിനായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ ലഗേജ് ഇല്ല, നമ്മുടെ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണം, കാരണം വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അപ്പോൾ മഴ ഉണ്ടാവാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ ഡ്രസ്സ് പാക്ക് ചെയ്യണം, വിനോദം അറിയാതെ ഇതൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ ഇത്ര വെയിറ്റ് കൊണ്ടുപോകാൻ പാടുള്ളൂ, അതൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്യണം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിനോദൻ്റെ ഏരിയ ആണ് അതൊക്കെ. പക്ഷെ അതൊക്കെ ഇനി ഞാൻ തനിയെ ചെയ്യണം. ഞാൻ ആലോചിക്കുന്ന അതിന് തലേദിവസം അതിന് മുന്നേ പറഞ്ഞിട്ട് ഇതൊക്കെ വിനോദം കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന ഒരു ഓപ്ഷൻ എൻ്റെ മനസ്സിലുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനിതെല്ലാം ചെയ്തിട്ട് വിനോദൻ്റെ അടുത്ത് ഏർലി മോർണിംഗിൽ ഞാൻ പറയും നമുക്കൊരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ബാഗേജ് എടുത്ത് പുറത്ത് പോകുന്നു. പക്ഷെ വിനേട്ടനെ മുന്നേ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പുലർച്ചെ ഏർലി മോർണിംഗൊക്കെ എഴുന്നേൽക്കണമല്ലോ. എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലോകം തന്നെ കീഴിൽ മറിച്ചിടും, അതുപോലത്തെ ദേഷ്യം. അപ്പോൾ അന്ന് ഞാൻ എങ്ങനെ വിനേട്ടനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പോകുന്ന സമയത്ത് വിനേട്ടൻ്റെ അടുത്ത് ട്രിപ്പ് പോയിട്ട് വരാമെന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ ഒരാൾ വരും, വേഗം എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. എന്നിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴാണ് എയർപോർട്ട് അതായത് നമ്മൾ ട്രിപ്പ് പോകാമെന്നാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. എവിടേക്ക് റോഡാണോ ഒന്നും അറിയില്ലല്ലോ. ആൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഫ്ലൈ ചെയ്യുവാണെന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതിയോ, അതോ ഫ്രണ്ടിനെ കൊണ്ട് നീ ഇങ്ങോട്ട് പോവാണല്ലേ എന്ന് ചോദിപ്പിക്കണോ, അങ്ങനെ ഫ്രണ്ട് വഴി പറയിപ്പിക്കണോ, എന്താണെന്ന് എനിക്ക് ശരിക്കും ഒരു ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഞാനത് എങ്ങനെയാണ് വിനാൻ്റെ അടുത്ത് സർപ്രൈസ് പൊളിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ല ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ
വീഡിയോസൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്കിത് എന്നെങ്കിലും ഞാൻ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് വിട്ടു പോയാലും എൻ്റെ ഫാമിലിക്കോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും എൻ്റെ മൊമെൻറ്റ്സ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ലോ ആയിരിക്കുന്ന സമയത്തോ എനിക്ക് എൻ്റെ ബോധം നഷ്ടപ്പെടുക, അൽഷൈമേഴ്സ് വരെ, അങ്ങനെ എന്തുണ്ടെങ്കിലും എനിക്കിത് എൻ്റെ വീഡിയോ ഇങ്ങനെ വാളിൽ TV-യിലൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടം. ഞാൻ സന്തോഷിച്ചിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് ഞാൻ ഒരു ഫെയിം ആവാൻ വേണ്ടിയിട്ടോ അങ്ങനെ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന മൊമെൻറ്റ്സാണ്. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവട്ടെ. നാളെയാണ് ഞാൻ പറഞ്ഞ ആ ട്രിപ്പ്. നാളെ നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ എനിക്ക് ഇന്ന് സ്പ്ലിറ്റ് ആണ് ഡ്യൂട്ടി. അതായത് രാവിലെ ഒരു 4 മണിക്കൂർ, വൈകിട്ട് ഒരു 4 മണിക്കൂർ, അങ്ങനെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആ സമയത്ത് വന്നിട്ട് ഞാൻ വേഗം ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യണേന്നുള്ളത്. പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്ര അധികം ഡ്രസ്സുകൾ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എടുത്തു വെച്ചു. കാരണം ഇനി വിനാട്ടും പറയാൻ പാടില്ല, അയ്യോ എനിക്ക് അത് ഇടണമായിരുന്നു, എനിക്ക് ഇത് ഇടണമായിരുന്നു എന്നൊന്നും പറയാൻ പാടില്ല. പക്ഷെ 3-4 ദിവസമേ ഉള്ളൂ. പക്ഷെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ ചിലപ്പോൾ 1-2 ഒരു ദിവസം മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇത്രയും ഡ്രസ്സ് എടുത്തു വെച്ചു. പിന്നെ ഇതൊക്കെ ഈ ബാഗുകളിലേക്ക് ആക്കണം. 2 ബാഗാണ് കൊണ്ടുപോകുന്നത് നമ്മൾ. പിന്നെ ഇത് പിന്നെ 1.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. എങ്കിലും പിന്നെ ഇതില്ലാതെ പറ്റില്ല, എയർപോർട്ടിൽ പോകുമ്പോൾ അതില്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബാഗിലേക്ക് ആക്കിയിട്ട് എൻ്റെ കൂടെ സാധനങ്ങളൊക്കെ ബാഗിലേക്ക് ആക്കിയിട്ട് ഞാൻ ബാഗ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെയും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വെക്കുന്നത് ഈ ബാഗിലും വിനോട്ടൻ്റെ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്തു. അത് ഈ ബാഗിലുമാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. താങ്ങുമാവോ വിനോട്ടനെ ഇടാൻ നോക്കാം നമുക്ക്. നമ്മളുടെ 2 ബാഗും പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വിനാൻ്റെ ഷർട്ട്സൊക്കെ വെക്കുന്ന കള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ട്രൈപോഡ് എടുക്കാൻ മറക്കാതിരിക്കാൻ ട്രൈപോഡും വെച്ചിട്ടുണ്ട്. 2 ബാഗുകളും ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്ലാക്ക് ബാഗും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ ബാഗും വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം വിനാട് കണ്ടുപിടിക്കൊന്നുമില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും എന്തായാലും വിനാട് വന്ന് നോക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുട്ടിയൊന്നും നിങ്ങൾ നോക്കരുത്. അപ്പോൾ സമയം ഇത് തിരിച്ചാണേ. നിങ്ങൾ വായിക്കേണ്ടത് 3:45 അല്ല 2:45, സോറി 2:45 സമയം. അപ്പോൾ നമ്മളുടെ 20-ാം തീയതി ആനിവേഴ്സറിയുടെ അന്നാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രണ്ട്സിനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് അവർ 2 പേരും കൂടിയിട്ട് നമ്മളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. അതുകൊണ്ട് 3:15 റെഡി ആയി നിൽക്കണം, അവർ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2:45 ആയിട്ടുണ്ട്. ഞാനൊരു 2:15 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് പിന്നെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട്, പക്ഷേ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വിനാടിന് ഡ്രസ്സ് എടുത്ത് കൊടുത്ത് വിനാടിനോട് റെഡി ആയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മളുടെ ആനിവേഴ്സറി സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ബാക്കിയെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. വിനാടിനെ കൊണ്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വിനാടിന് ഓൾറെഡി ഓക്കെ ആണ്. കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പോയി വരുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ബാബ്സിൻ്റെ അമ്പലമുണ്ട് ഇവിടെ, അപ്പോൾ അവിടെ പോവാം എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും നിൻ്റെ പ്ലാനിലുണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെയൊന്നും കുളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ പറഞ്ഞ് ചിലപ്പോൾ ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാനുള്ള നേരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ കുളിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് നമുക്ക് പോവാം അങ്ങനെ പറഞ്ഞിട്ട് കുളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ 2 ബാഗുകൾ ഓൾറെഡി അറേഞ്ച് ചെയ്തത് എങ്ങനെ കാറിലേക്ക് എടുത്ത് വെക്കുമെന്ന് മാത്രം എനിക്ക് ഇതുവരെയായിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല. ലെറ്റ്സ് സീ, ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മളുടെ ആനിവേഴ്സറി ആണ്. ഇപ്പോൾ സമയത്തെ അവിടെ ഫോണ്, ഇപ്പോൾ സമയം 3:30 പുലർച്ചെ 3:30. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇവർ 3:30 ഇവരുടെ ആനിവേഴ്സറിയുടെ പരിപാടികൾ തുടങ്ങിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ 2 പേരും, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ സത്യമായിട്ട് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ
വിനുവേട്ടൻ്റെ ഫ്രണ്ട്സ് ആരാ വിനുവേട്ടാ? ഫൈസല് നൈനും കൂടിയിട്ട് നമുക്ക് എന്തോ പ്ലാൻ എന്തോ സർപ്രൈസ് പ്ലാൻ എന്തോ ഒരുക്കുന്നുണ്ട് അവർ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഏർലി മോർണിംഗ് തന്നെ റെഡി ആയിട്ട് നിന്നോളൂ, നമുക്കിങ്ങനെ എവിടേക്കോ പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എവിടേക്കോ പോകണമെന്നൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ആവട്ടെ, നമുക്കോ പ്ലാനില്ല, എന്നാൽ ഇവർക്കെങ്കിലും പ്ലാനുള്ളവരുടെ കൂടെ പോവാം എന്നുള്ള ഇതിൽ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാനൊക്കെ എന്താവും, വല്ല എന്ത് പ്ലാനാണെന്നൊന്നും നമുക്കറിയില്ല, നമുക്കൊരു ഐഡിയ ഇല്ല. അവരിപ്പോൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അവരെ വിളിച്ച് എണീപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എണീപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. വരേണ്ട സമയം കഴിഞ്ഞു, പറഞ്ഞ സമയം കഴിഞ്ഞു. 3:15 എത്താമെന്ന് പറഞ്ഞിട്ട് 3:30 ആവാറായി, എത്തിയിട്ടില്ല. അപ്പോൾ ബാക്കി വരുന്ന വഴിക്ക് പറയാം. ഇത് ഈ സുഖിലാണ് ക്രോസ് എയർപോർട്ടിൽ കയറിട്ട് പിന്നെ അല്ല എയർപോർട്ടിന്റെ അടുത്ത് എയർപോർട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇത് വരൂല്ലേ? അതെനിക്കറിയില്ല. എയർപോർട്ട് നമ്മള് കേറിയിട്ട് ഇറങ്ങും, ഇറങ്ങിയിട്ട് ഒരു റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. എന്നാ പിന്നെ വിട്ടോ, അതാ നിനക്കിട്ടുണ്ട്. സിഗ്നൽ ക്രോസ് ചെയ്തു അത് പറഞ്ഞാ ഈ സിഗ്നലില് എനിക്ക് പണി കിട്ടിണ്ട്. ഞാൻ അന്ന് റൈറ്റാണ് ക്രോസ് ചെയ്ത് കാണുമ്പോ നാട്ടിൽ പോകുമ്പോ ഈ വഴിക്കൊക്കെ വരുമ്പോഴല്ലോ ഭയങ്കര പ്രശ്നമാണ്. അടിപൊളി വൈ വൈ ഇറങ്ങിയാലോ വിട്ടാലോ? ഇപ്രാവശ്യം പൈസ വണ്ടി ഇവിടെ നിർത്തും, എന്നിട്ട് നമ്മൾ പോകും. എടാ ഫൈൻ അടിക്കട്ടോ, കളിക്കലട്ടാ. ഇത് ചടി ഇറങ്ങിക്കും, എന്നിട്ട് ചടി പിടിക്കാൻ എൻജോയ് പിടിക്കാ. പാസ്പോർട്ട് എടുത്ത് കിട്ടിയ ഓഫീസിൽ നിന്ന് വേറെ ഒന്നും ഇന്ന് എടുക്കാൻ ഇല്ല. വാടൂ, ശരി കേട്ടോ, താങ്ക് യു. അറിയോ പോയിട്ട് പറയണ്ടല്ലോ, നമ്മള് പറയണ്ട. ബൈ ബൈ. ഇല്ല ബാക്കി വരത്തില്ലേ? അടുത്ത് അപ്പൊ സാമ്പിൾ കൊടുക്കണ്ട? ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഹലോ, അപ്പോൾ നമ്മൾ ചെക്കിൻ ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡാണ്. ഇതിനകത്ത് ഇവിടെ ഫുള്ള് സ്റ്റക്കായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അറിയുന്നില്ല എന്താണ് എന്നിട്ടൊക്കെ അറിയണ്ടേ പറ. ഓഫീസിൽ ഓൾറെഡി നമ്മൾ ട്യൂസ്ഡേ, ഇന്ന് ട്യൂസ്ഡേ ആണ്, നമ്മളൊരു തിരിച്ച് ഫ്രൈഡേ ആണ് തിരിച്ചു വരിക. അതായത് 4 days. ക്യാമറ ഉണ്ടെന്ന് നോക്കണ്ട. ക്യാമറ ഉണ്ടെന്നല്ല, ഞാൻ എന്തൊക്കെ കമ്മിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്നിട്ട് ഓഫീസിൽ ഓൾറെഡി ഞാൻ എന്നിട്ടൊക്കെ അറിയണ്ടേ. ഓഫീസിൽ എങ്ങനെ പെർമിഷൻ? ഓഫീസിൽ ആദ്യം തന്നെ ഞാൻ വിനാന്റെ ഫോണിൽ നിന്ന് ഷെജിനിത്താൻ്റെ നമ്പർ എടുത്ത് ഷെജിനിത്താനിൽ നിന്ന് HR നമ്പർ തന്ന ഷെജിനിത്ത. അത് കഴിഞ്ഞിട്ട് HR നൈസാംക്കാരെ എടുത്ത് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തു. 4 ദിവസം. വീരാട്ടാ സീസണാ. അപ്പോൾ നമ്മൾ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ വിനാടിനെ ജാക്കറ്റ് ഇടിപ്പിച്ചത്. ഇതൊക്കെ എങ്ങനെ എടുത്ത് കൊണ്ടുവന്നേന്നൊക്കെ ഓർക്ക. ഈ ബാഗൊക്കെ ആരെ സെറ്റ് ചെയ്തത്? എങ്ങനെ ഈ കാറിൽ വെറുതെ കയറി ഇരിക്കുക? രാവിലെ എണീറ്റ് നോക്കുമ്പോ എയർപോർട്ടില്ലേ? കൊള്ളാലോ നീ. അപ്പൊ എങ്ങനെ പിന്നെ ഈ ഉറക്കത്തിൽ നിന്ന് 3 മണിക്കൊക്കെ എഴുന്നേപ്പിക്കണമെങ്കിൽ ഒരു പാടില്ല. എങ്ങനെ എന്ത് പറഞ്ഞു നല്ലതുണ്ടോ? എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച് എങ്ങനെയാ ഞങ്ങളൊക്കെ 3 ദിവസം ഉള്ളു. 4ാമത്തെ ദിവസം 10 മണിക്ക് ഇവിടെ എത്തും ഫ്ലൈറ്റ് മോർണിംഗ്. അപ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ജോലിക്ക് പോക്കോ. ഓക്കെ. ഇന്നലെ ഞാൻ ആൻറ്റീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ പോവാണെന്ന്. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് മാമനോട് പറയാൻ പറഞ്ഞു. നാട്ടിലെല്ലാവർക്കും അറിയാം
ഇനി അവിടെ ചെന്നിട്ട് ഹോട്ടൽ ബുക്കിംഗ്. എത്ര ദിവസം ഹോട്ടൽ ബുക്കിംഗ്? നമ്മൾ നിൽക്കണോടത്തോളം വരെ. എത്ര പൈസ? ഇനി ഇന്ധനം അതൊക്കെ നിന്റെ കാശിന്ന് കീശേന്ന്. ഇന്ധനം, ഫുഡ്, ടിക്കറ്റ്, ഇപ്പൊ ടാക്സി വിളിക്കുന്നത് ഒക്കെ നീയാ. മാറ്റണ്ടേ? നമുക്ക് അവിടെ എത്തിയിട്ട് മാറ്റാം. ഒമാൻ റിയാൽ എടുക്കാം. റിയാല് സ്വന്തം നാട്ടില് സ്വന്തം രൂപ കൊടുക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, ഇനി നല്ലതുണ്ടോ? ടിക്കറ്റ് നോക്കണോ? കയ്യില് ടിക്കറ്റ് അല്ല ഇരിക്കുന്നത്. ഒന്ന് നോക്ക് ടിക്കറ്റ്. അല്ലല്ല, ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. നോക്കട്ടെ. ഷുണ്ടറിനുണ്ടല്ലോ മോട്ടർ കളയാൻ. ഒരു ഇന്നലെ ഉണ്ട് ഒടുക്കത്തെ ഡൈ ചെയ്യല്. കണ്ട, ഡൈ ചെയ്തിട്ട് വരച്ച് വെച്ചിക്കണ്. കണ്ട താടി ഈ കൃതാവ് വരച്ച് വെച്ചിക്കണ്. താടിയുമ്പോ പെയിന്റ് അടിച്ച് വെച്ചിക്കണ്. നമുക്ക് തലയിലൊക്കെ മാന്തി കുറിച്ച് വരച്ച് വെച്ചിരിക്കാം. ഇങ്ങനെയാണ് ഡൈ ചെയ്യുന്നത്. മാഷേട്ടന്ന് ട്രൈപോഡ് വാങ്ങിച്ചത് തന്നെ ഞാൻ ഇതിന് പോകാൻ വേണ്ടിട്ടാ. ഹലോ, പിന്നെന്തിട്ടൊക്കെ കണക്ട് ആയ? എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ ടേബിളിൽ ആ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്താത്തത് അതുകൊണ്ടാ. ഹോളിൽ ഇരുത്താണ്ട്. കാരണം ചാർജർ ഒന്നും ഇല്ല ടേബിളിൽ താൻ നോക്കിയാ. ഭാഗ്യ ടേബിളിന്റെ തൊട്ടടുത്തിട്ടാണ് ദൈവമേ ഇയാൾ ഇരിക്കണ്ടായിരുന്നത്. അപ്പൊ ഭാഗ്യത്തിന് അതൊന്നും കണ്ടില്ല. അതാണ് ഈ ബാഗൊക്കെ എവിടെ ഇരിക്കണെന്ന് എപ്പോഴാ പാക്ക് ചെയ്ത് വല്ലതും അറിയണ്ട. എന്തെങ്കിലും ഇരിക്കുന്നത് ഫാജിദിനൊക്കെ അറിയാം. ഫാജിദിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സലാലയ്ക്ക് അവരൊക്കെ പോയതല്ലേ. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനിവേഴ്സറിയുടെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫയർ എന്നെ കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്ത്. അവര് പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും പിന്നെ അവൾക്ക് പോവാൻ വേണ്ടി അവർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ കൊടുത്ത ഐറ്റിനറീസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായി. എനിക്കെങ്കിലും ഒരു വാക്കാരോട് പറയുന്നില്ലേ, ഞാൻ എത്ര ഷോക്കായി പോയതറിയാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട് അപ്പം എനിക്ക് തോന്നി നല്ലത് നന്നായി. ഞാനിപ്പോൾ ആ സാധനമൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചതല്ലേ. സെറ്റ് ഭയങ്കര സെറ്റായി പോയി. ഭയങ്കര സെറ്റായി പോയി. നന്നായി സ്വർണം മേടിച്ച് കാശ് കളയാൻ. ശരി, ഇപ്പോൾ നീ ഗായത്രീനെ ഒന്ന് ബോട്ടിൽ വിളിക്കോ? അമ്മ എല്ലാം അറിഞ്ഞ വെറുതെ കിടന്നുറങ്ങിയ എന്നെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ എത്തി എന്നെ കൊണ്ട് പോവാണ്. ടാറ്റ പോവാണ് നിങ്ങള്. സർപ്രൈസ് ഭയങ്കര സർപ്രൈസ് പോയി. ഇനി പുതുക്കാടമ്മ അപ്പുറത്തേക്ക് പോയാലോ? അയാൾ ഇത്ര ഒരു സ്പീഡുണ്ട്. ഞങ്ങളെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കിട്ടിയില്ല. സർപ്രൈസ്. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴല്ലേ ഇതുവരെ അവന്മാര് കൂട്ടുകാർ പറഞ്ഞു വെച്ചാൽ അവിടെ പരിപാടി നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്. ആ ഡ്രസ്സൊക്കെ ഇവിടെ നല്ല ഡ്രസ്സ് ഫോട്ടോ എടുപ്പിക്കാനാണ് പറഞ്ഞിട്ട്. എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം എൻ്റെ പാസ്പോർട്ട് കൂടി ഉണ്ടായില്ല. പാസ്പോർട്ട് ഓഫീസിലായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊണ്ടുവന്നിട്ട് പാസ്പോർട്ട് കയ്യിൽ വന്നപ്പോഴല്ല ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ അതുവരെ ഫോട്ടോ എടുക്കാനാണ് എയർപോർട്ടിന് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നത്.
Why did they give Bowen so much stuff? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. They gave him like breaking what's his name? ഞാൻ വയ്ക്കും മാത്രം. Right armor? ഇത് വാട്സാപ്പ് ശരിയല്ലേ? എന്താ യു ആർ ഷോക്ക്ഡ് വൈ വൈ I have too much responsibility. I need to convey some people to for installation and some work I have done. Just wait some more time because of waiting some spare parts. I don't know who will take care of that one. That's why. It's okay, 2-3 days is okay. ഒന്ന് ഉറക്കെ പറയാം This is okay, 2-3 days is okay. That's not a problem. അപ്പോൾ നെക്സ്റ്റ് ഇനി ഒരു 2 to 3 days പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കമ്പനി പറഞ്ഞുവിടാണ്. ഇങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടിയത് താൻ അഭിമാനിക്കുന്നുണ്ടോ? അഭിമാനിക്കുന്നുണ്ട്. കയ്യിൽ പൈസ ഇല്ലാണ്ട് നാട്ടിൽ തെണ്ടിത്തിരി നടക്കാമല്ലോ. ഇനി ഒത്തിരി മണ്ടല്ല നാട്ടിൽ പോയാലും അവിടെ നമുക്ക് യൂറോപ്യൻ ട്രിപ്പ് കഴിച്ചിട്ടാ. യൂറോപ്യൻ ട്രിപ്പാ? ഇതേടാ യൂറോപ്പായ? നിനക്കല്ലേ ഞാൻ സർപ്രൈസ് തരുന്നത്. എന്നെ എടുക്കണമെങ്കിൽ ആരാ വീഡിയോ എടുക്കേണ്ടത്? ഓ അപ്പോഴും തന്നെ ഞാനൊരു ആക്ടറിനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. തനിക്ക് എന്നൊരു ആക്ട്രസിനെ പോലെ കൊണ്ടു നടന്നോടോ? പറഞ്ഞോളൂ. ഒമാന്റെ പോണ കാര്യം പോവാ. അതിനുശേഷം നമ്മൾ ലോഞ്ചിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമ്മൾ അബുദാബിയോട് 3-4 ഡേയ്സൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ പോയിട്ട് വരുവാണ്. നമ്മൾ സലാലെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ പറഞ്ഞു എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറി. ഇതൊരു ശരിക്കൊരു ഡ്രീമാണ് എൻ്റെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് ഈ വർഷമെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത് പക്ഷേ ഇത് നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ചെയ്തതെങ്കിലും ഈ വർഷം തന്നെ എനിക്ക് തുടങ്ങാൻ പറ്റിയതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലിങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ബാഗേജൊക്കെ വെച്ചു. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ പറഞ്ഞ് ആ ദിവസം വന്നെത്തി. അങ്ങനെ അതും എല്ലാം ഭംഗിയായിട്ട് ഇവിടെ വരെ എല്ലാം ഭംഗിയായിട്ട് ഞാൻ പോയി. പിന്നെ എല്ലാം ബാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലെല്ലാം നടക്കട്ടെ, ഭംഗിയായിട്ട് നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രയും ഭയങ്കര ഹാപ്പി എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ശരി കേട്ടോ. ഫ്ലൈറ്റിൽ എനിക്ക് തീരെ പിടിക്കാത്തത് ഈ തണവാണ്. ഒരു ഫുള്ള് ഫ്യൂംസ് ഇങ്ങനെ വിടുന്ന കൂൾ എയർ, ഭയങ്കര തണവാണ് ഫ്ലൈറ്റ്. Exportou viajar. Achter is het net een Rotterdam van Linie van Parijsland. Attached to the structure hook in the front and pull it tight. ربط الحزام بالمشبك مقدمة السترة ويشد بقوة. قتل الكراft hold firmly on the right hand for the light western plate. بعد الخروج من الطائرة شدوا على المقطف الأحمر لتنتفخ سترة النجاة. The light vest can be also inflated by blowing into this tube. يمكن أيضا أن سترة النجاة من خلال نقل items in the flight. Not only laptops and any other large electronic device should be now safely stored for takeoff, landing, and whenever the seatbelt sign.
forward to having you on board again soon. We wish you a blessed stay in Oman, and for those of you in your return journey, welcome home. Take care. Goodbye. Good morning there, passengers. Welcome to Salalah International Airport, where the local time is 8:55 in the morning. എനിക്ക് സലാല എന്ന് പറയുമ്പോൾ ആ പാട്ട് ഓർമ്മ വരുന്നത്. പിന്നെ സലാലയെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ ഒമാനിലായിരുന്നു കുറേ വർഷത്തേക്ക്. അപ്പോൾ അച്ഛൻ സലാലയിലൊക്കെ വന്നിട്ടുണ്ടെന്നും തനി കേരളം പോലെയാണ് കുറേ ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞതൊക്കെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛനില്ല, പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഞാൻ നിർത്താണ് ഈ ഒരു